നമസ്കാരം. വ്യവസായ പ്രമുഖൻ CJ റോയിയുടെ ആത്മഹത്യ കേരളത്തെ മാത്രമല്ല, കർണാടകത്തെയും മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെയുള്ള മലയാളികളെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കാരണമുണ്ട്. വ്യവസായത്തിൻ്റെ ഉച്ചശൃംഗത്തിൽ അദ്ദേഹം നിൽക്കുകയായിരുന്നു. കടങ്ങളൊന്നുമില്ല. ഏറ്റവും ദുരൂഹമായ സാഹചര്യത്തിൽ മരണം. പക്ഷേ ആദ്യത്തെ 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ആ ദുരൂഹതയ്ക്ക് അല്പം അറുതി വന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പ് എന്ന തരത്തിൽ ഒരു ഡയറി കണ്ടെടുക്കുകയും ചെയ്തു. പലപ്പോഴും വ്യവസായികളുടെ മരണം, ആത്മഹത്യ വിവാദങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. നമുക്കറിയാം, കപ്പൽ ജോയിയുടെ മരണം, മുത്തൂറ്റ് ജോർജിൻ്റെ മരണം, ഡൽഹിയിലെ ഉയർന്ന നിലകളിലുള്ള ഹോട്ടൽ സമുച്ചയത്തിൽ നിന്നും ചാടി വീണ് മരണം. അതോടൊപ്പം തന്നെ MG സിദ്ധാർത്ഥ, കോഫി ഡേയുടെ ചുമതലക്കാരൻ, അദ്ദേഹത്തിൻ്റെ പാലത്തിൽ നിന്നും കായലിലേക്ക് വീണുള്ള ആത്മഹത്യ. അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന ആത്മഹത്യകൾ വ്യവസായ പ്രമുഖരിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിലും CJ റോയിയുടെ ആത്മഹത്യ അത് ഒന്നൊന്നര ഞെട്ടിക്കലാണ് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചത്. എന്താണ് കാരണം? കാരണം കടങ്ങളില്ല, സന്തോഷത്തോടെയുള്ള ജീവിതം, റെയ്ഡ് നടന്നു എന്നുള്ളത് മാത്രമാണ് അവശേഷിക്കുന്ന ഒരു ദുരൂഹത. നമ്മൾ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുകയാണ്. കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ മുൻ IPS ഓഫീസർ ഗോപാലകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ്. CBIയിലും അതോടൊപ്പം തന്നെ അഴിമതി വിരുദ്ധ സ്ക്വാഡിലുമൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ഗോപാലകൃഷ്ണന് ഇത്തരം റെയ്ഡുകളിലൊക്കെ നിരവധി ഭാഗഭാക്കായിട്ടുമുണ്ട്. അദ്ദേഹവുമായിട്ട് ചോദിക്കാം. സർ, നമസ്കാരം. വന്ദേ മാതരം. ഞാൻ ഈ പറഞ്ഞ പോലെ CJ റോയിയുടെ ആത്മഹത്യ കേരള സമൂഹത്തെ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. ഒരു മലയാളിയാണ്. അതിലപ്പുറം മാത്രമല്ല, ഉയർന്ന നിലയിൽ ബിസിനസ് നടന്ന് അദ്ദേഹത്തിന് യാതൊരു കടങ്ങളോ വീഴ്ചകളോ ഒന്നും സംഭവിക്കാതെയുള്ള ഉയർന്ന ഒരു ഗ്രാഫ്. പെട്ടെന്നൊരു ആത്മഹത്യ, എല്ലാം കിട്ടിയിട്ടും പോരാതെ നടത്തിയ ഒരു ആത്മഹത്യയാണോ? എന്താണ് അങ്ങക്ക് അതിൽ നിന്നും മനസ്സിലാകുന്നത്? ചന്തുനേരെ, ഈ മരണം അല്ലെങ്കിൽ ആത്മഹത്യ ആരുടെ ആയിരുന്നാലും അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് കേൾക്കുമ്പോൾ. പ്രത്യേകിച്ച് ഇതുപോലുള്ളൊരു പൊസിഷനിൽ ഭയങ്കര ഇൻഡസ്ട്രിയസ് ആയിരുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും. പിന്നെ ഇത് എങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ജീവിച്ച് മതിയായ ഒരാളല്ല. അദ്ദേഹം ഒരുപാട് അംബീഷ്യസ് ആയിട്ടുള്ള, ഹൈലി ഇൻഡസ്ട്രിയസ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം, നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം. പക്ഷേ ഒരു മനുഷ്യന് ഈ എന്താ പറയുന്ന ചില അവസരങ്ങളിൽ ഏറ്റവും ധൈര്യമുള്ള ആളുകൾ പോലും ചിലപ്പോൾ പതറിപ്പോവും. അപ്പോൾ അങ്ങനെ ഏതോ ഒരു മൊമെൻറ്റിൽ എന്തോ ഒരു പ്രശ്നം വന്ന് ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയപ്പോൾ അങ്ങനെ സംഭവിച്ചതാണെന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. അല്ല, അദ്ദേഹം ഒരുപക്ഷെ ഈ മോട്ടിവേഷണൽ ടോക്സ് ഒക്കെ നിരവധി ഇൻസ്റ്റാഗ്രാമിലൂടെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നു. റിപ്പബ്ലിക് ഡേയിൽ വരെ അദ്ദേഹം ഒരു സന്ദേശമൊക്കെ നൽകിയിട്ടുണ്ട് ജനങ്ങൾക്ക്. മാത്രമല്ല, പലരോടും പല രീതിയിലുള്ള കാര്യങ്ങൾ, മോട്ടിവേഷൻ. ഉദാഹരണം, ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴത്തേക്ക് ബസ് സ്റ്റോപ്പ് ഇവിടെയായിരുന്നു. ഞാൻ ആ ബസ്സിൽ കിട്ടാതിരിക്കുമ്പോൾ എങ്ങനെയാണ് ആ ബസ് കിട്ടാൻ വേണ്ടി ഞാൻ അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് ഓടിപ്പോയിരുന്നത്. അത് ആണ് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പകർത്തിയത്, ബിസിനസ്സിൽ ഞാൻ പകർത്തി. അങ്ങനെ തന്നെ മോട്ടിവേഷണൽ ടോക്ക് ജനങ്ങൾക്ക് നൽകിയിരുന്ന ആണ് അദ്ദേഹം. അപ്പോൾ ഒരുപക്ഷെ ഈ ചെറിയ കാര്യത്തിലൊന്നും അദ്ദേഹം വീണു പോകുന്നതല്ല. ഇതെന്താണ് പിന്നിൽ സംഭവിച്ചുള്ളത് ദുരൂഹമായി തന്നെ തുടരുന്നു. അത് ശരിയാണ്. ചന്തുനേരെ പറയുന്നതിനോട് ഞാൻ 150% യോജിക്കുന്നു. മോട്ടിവേഷണൽ ടോക്കൊക്കെ നടത്തിയിട്ടുള്ള ആളായിരിക്കാം. എങ്ങനെ പൈസ ഉണ്ടാക്കണമെന്ന് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി വന്ന ആളാണ്. ഒന്നുമില്ലായ്മയെന്ന് വന്നതാണല്ലോ അദ്ദേഹം. അതാണ് ഞാൻ പറഞ്ഞ അംബീഷ്യസ് ആൻഡ് ഇൻഡസ്ട്രിയസ്. പക്ഷേ എന്തോ എന്തോ പ്രശ്നം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും ഒരാളിങ്ങനെ ചെയ്യില്ലല്ലോ. സമ്പത്തിൽ നിന്ന് അതിസമ്പത്തിലേക്ക്, സമൃദ്ധിയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നല്ലോ. അല്ല, നമുക്ക് ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാലേ, ഇപ്പം അശോക ചക്രവർത്തി എങ്ങനെയാണ് രാജ്യം വിട്ട് ബുദ്ധമതം സ്വീകരിച്ചത് എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാം നമുക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക്, ഇപ്പം ശ്രീബുദ്ധനായിരുന്നാലും ശരി, അദ്ദേഹം ഒരു രാജ കുടുംബത്തിൽ നിന്നും ഇറങ്ങി
അദ്ദേഹം സന്യാസം സ്വീകരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ പെട്ടെന്ന് ഒരു മൊമെൻറ്റിൽ നമുക്കൊരു തോന്നൽ എല്ലാം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് എല്ലാം അദ്ദേഹത്തിന് ആഗ്രഹിച്ചാൽ നേടാൻ പറ്റാതായിട്ടുള്ള ഒന്നുമില്ല, എല്ലാം കിട്ടും. എന്ത് ആഡംബരക്കാരായിരുന്നാലും, എന്ത് വാഹനമായിരുന്നാലും, ഏത് ഹോട്ടലായിരുന്നാലും, എന്ത് ഭക്ഷണമായിരുന്നാലും, എവിടെയായിരുന്നാലും, സിനിമയായിരുന്നാലും, അദ്ദേഹം നിരവധി സിനിമകളൊക്കെ എടുത്തല്ലോ. അപ്പോൾ എല്ലാം അച്ചീവ് ചെയ്തിട്ടും ഇനി മതി, എനിക്ക് ജീവിതം മതിയായി, ഐ ക്യാൻ കോൾ ഇറ്റ് എ ഡേ എന്നുള്ള രീതിയിലേക്ക് വന്ന് അങ്ങനെ ഒരു ജീവിതം അവസാനിപ്പിച്ചതും റെയ്ഡ് എന്നുള്ള സംഗതി അവിടെ ഒരു സൈഡിൽ നിൽക്കുന്നു. അത് ഒരു കാരണമായി വച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവസാനിപ്പിച്ചതാകാനും സാധ്യതയില്ലേ? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് 37.5 വർഷം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ പല സ്ഥലത്തും ജോലി ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഒരുപാട് അഴിമതി നിരോധന വകുപ്പിൽ CBIയിലും വിജിലൻസിലും ലോകായുക്തയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് റെയ്ഡിനൊക്കെ പങ്കെടുത്തിട്ടുള്ള ഭാഗവാക്കായിരുന്നു റെയ്ഡുകളുടെ. അപ്പോൾ അതിന് ഇപ്പം ചന്തു പ്രകടിപ്പിച്ച ആ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. അദ്ദേഹം ബുദ്ധനെ പോലെയോ അല്ലെങ്കിൽ പെട്ടെന്നൊരു എൻലൈറ്റ്മെൻറ്റ് കിട്ടി അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചതല്ല എന്ന് നിശ്ചയമായിട്ടും പറയാം. ഭയങ്കര അംബിഷ്യസ് ആയിട്ടൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ഈ ഹൈറ്റ് കൂടുന്തോറും അവിടുന്ന് വീഴുമ്പം ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കുറച്ച് കടുത്തതായിരിക്കും. ഈ ആഘാതം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ കുറച്ച് കടുത്തതായിപ്പോയി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ മെഡിറ്റേറ്റ് ചെയ്ത് എടുത്തതല്ല. ഈ മരണം കേട്ട അപ്പം തൊട്ട് ഞാനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലരുമായിട്ട് സംസാരിച്ചും പല കാര്യങ്ങൾ റിസർച്ച് ചെയ്തും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കളെ ഇന്ത്യൻ ഫോറിൻ സർവീസിലുണ്ട്, ഇന്ത്യയുടെ അംബാസഡറായിട്ട് റിട്ടയർ ചെയ്ത ആളുകളുണ്ട്, IRSലുണ്ട്. IRS ബോർഡ്, സെൻട്രൽ എക്സൈസ് ബോർഡിൻ്റെ ടോപ്പ് നമ്പർ 1, ഇന്ത്യയിലെ മൊത്തം നമ്പർ 1 ആയിരുന്ന അതുപോലുള്ള ആളുകളൊക്കെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ സംശയം വരുമ്പോൾ ഞാൻ ഈ പല ആളുകളും നമ്മളെക്കാളും വിവരമുള്ള പല ആളുകളുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് കസ്റ്റംസിൽ എൻ്റെ ബാച്ച്മേറ്റ്സ് കസ്റ്റംസിൽ പോയി IRS ഒക്കെ കിട്ടി, ഉന്നതമായ ഒരുപാട് റെയ്ഡുകളിലൊക്കെ പങ്കെടുത്തു. അങ്ങനെയുള്ള ആളുകളുമായിട്ടൊക്കെ ഞാൻ ഒരുപാട് സംസാരിച്ച ശേഷമാണ് എനിക്ക് കിട്ടിയ വിവരങ്ങൾ ആണ് ഞാൻ പറയുന്നത്. അപ്പം നമുക്കൊരു കൺക്ലൂഷനിലേക്ക് ചെന്നെത്താൻ പറ്റുന്ന തരത്തിലുള്ള വിവരങ്ങൾ അങ്ങ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, കൺക്ലൂഷനിൽ നമുക്ക് എത്താനുള്ള ഇതില്ല. എല്ലാം സസ്പെക്ട് ടു ബി എന്നേ നമുക്ക് പറയാൻ പറ്റൂ. അതായത് ഇദ്ദേഹം നമ്മുടെ രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ആ ഭാഗത്തു നിന്നും അതേ റോയിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് എന്തെങ്കിലും തരത്തിൽ സൂചനകൾ അങ്ങേ കിട്ടിയിട്ടുണ്ടോ? സൂചന കിട്ടിയില്ല. പക്ഷെ എന്നാലും ഈ ഏത് കേസും നമ്മൾ അന്വേഷിക്കുമ്പം കസ്റ്റംസുകാരുടെ ആയിരുന്നാലും IRSകാരുടെ ആയാലും നമ്മുടെ ലോക്കൽ പോലീസിൻ്റെ കേസുകളായിരുന്നാലും CBIയുടെ കേസായിരുന്നാലും നമുക്കൊരു തിയറി കാണും. എപ്പോഴും തിയറി ഇല്ലാതെ പെട്ടെന്ന് ഔട്ട് ഓഫ് ബ്ലൂ നമുക്കൊരു സംഗതി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ തിയറിയും പിന്നെ കിട്ടുന്ന എവിഡൻസുമായിട്ട് നമ്മൾ പല തിയറികൾ കാണും. കമ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു തിയറി എവിഡൻസുമായിട്ട് കണക്റ്റ് ആവും. അപ്പോൾ അതേപോലെ ഇപ്പോൾ അദ്ദേഹം ചോദിച്ചത് പോലെ എൻ്റെ ഒരു സംശയം, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഇത്രയും ആളുകളുമായിട്ടൊക്കെ സംസാരിച്ച് ഞാൻ പറഞ്ഞില്ലേ റിസർച്ചൊക്കെ ചെയ്തൊക്കെ എടുത്തെന്നൊക്കെ പറഞ്ഞ് വായിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള അത് വെച്ചിട്ട് ഇദ്ദേഹം ചെറിയ ഈ ഇൻകം ടാക്സ് റെയ്ഡ്, ED റെയ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ അത് സാധാരണഗതിയിൽ ഇദ്ദേഹത്തെ പോലുള്ള അങ്ങനെ പേടിക്കുന്ന ആളൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഫൈറ്റ് ചെയ്ത് ജയിലിൽ പോകാമെന്നുള്ള തരത്തിലുള്ള ഒരു കുറ്റമോ ഇല്ല കുറ്റമല്ല. മാത്രമല്ല ഇത് ഇൻകം ടാക്സ് റെയ്ഡ് തുടങ്ങിയിട്ട് കുറേ ദിവസമായി. ഇത് പെട്ടെന്ന് തുടങ്ങിയതല്ല. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇതേപോലുള്ള ഫേവറേറ്റ് ഹോംസോ അങ്ങനെ വേറെ ഒരു ഗ്രൂപ്പ് നമ്മുടെ കേരളത്തിലെ അവിടെയും റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരൊക്കെ ഇദ്ദേഹത്തിന് പറ്റിയ ബാംഗ്ലൂരിലെ 8ഓളം ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരുടെ ഓഫീസുകളിൽ റെയ്ഡ് നടക്കുകയായിരുന്നു സമാനമായ സമയം. അതെ, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അതിൽ നിന്ന് പരസ്പരം ബന്ധപ്പെട്ടതല്ല. ഇതിൽ നിന്ന് വിഭിന്നമായി ഞാൻ ഈ ചില ഡൽഹിയിലൊക്കെ ഉള്ള ചില നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടും ബാംഗ്ലൂരുള്ള ചിലരുമായിട്ടൊക്കെ സംസാരിച്ച് വന്നപ്പം ഈ നമ്മുടെ ഈ പത്രങ്ങളിലും TV-യിലൊക്കെ കാണുന്ന ഒരു ഇമേജ് അല്ല ഇദ്ദേഹത്തിന് ഉള്ളത്. ഇദ്ദേഹം ഇതൊക്കെ ചെയ്തു, ഒരുപാട് ഫിലാന്ത്രോപ്പിക് ആയിരുന്നു ഒക്കെ തന്നെ. പക്ഷേ വേറെ ഒരു ഡാർക്കർ സൈഡ് ഉണ്ടെന്ന് ഇല്ല എന്ന് നമുക്ക് റോൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പറയാം രാജ്യദ്രോഹപരമായ എന്തെങ്കിലും അതിലേക്കാണ് ഞാൻ വരുന്നത്. രാജ്യദ്രോഹപരമായിട്ടുള്ളതെന്ന് പറയുന്നത്
ഇദ്ദേഹം സ്ലോവാക്യൻ ഡിപ്ലോമാറ്റ് ആയിരുന്നു. ഡിപ്ലോമാറ്റ് ആയിരുന്നു. അതിന് മുന്നേ ഓണററി ഡിപ്ലോമാറ്റ്. ഞാൻ ഒരു പ്രിലൂഡ് പറയട്ടെ, കാരണം എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഇതിൻ്റെ ഈ ആഴം മനസ്സിലാവുള്ളൂ. ഇത് എന്തുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു ഇതുപോലുള്ളൊരു കടും കൃത്യത്തിന് എന്ന് മനസ്സിലാകണമെങ്കിൽ 1993 ഇതേപോലുള്ള മണി ലോണ്ടറിങ് എല്ലാം ഇന്ത്യയിലും ഭയങ്കരമായിട്ട് തുടങ്ങിയത് 1992-93 കാലഘട്ടങ്ങളിലാണ്. ഞാനന്ന് CBIയിൽ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ അതായത് ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ FDI അത് ഇന്ത്യയിൽ വന്ന് തുടങ്ങുന്ന ആ പീരീഡാണ്. അപ്പം ഇവിടെയുള്ള കുറേ കറപ്റ്റ് ഓഫീസേഴ്സും നമ്മുടെ പൊളിറ്റീഷ്യൻസും കറപ്റ്റ് ഓഫീസേഴ്സും എല്ലാം കൂടെ ചേർന്ന് സിംഗിൾ മാൻ ഐലൻഡ് എന്ന് പറഞ്ഞ കുറേ ഈ ടാക്സ് ഹെവൻസ് ഉണ്ട്. ഒരുപാടുണ്ട്. ടാക്സ് ഹെവൻസ് എന്ന് പറഞ്ഞാൽ USA-ലാണ് 24% ഹെവൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഹെവൻ അല്ല എന്നുള്ള മറ്റേ സ്വർഗമല്ല എന്നുള്ള കാര്യം എടുത്ത് പറയണം. HAVEN മറ്റേ HEAVN ആണ് സ്വർഗം. ഇത് HAVN. പിന്നെ ഓഫ് ഷോർ പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയും. അങ്ങനെ ഒരുപാടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് സിംഗപ്പൂർ ഒരു പ്രധാനപ്പെട്ട ടാക്സ് ഹെവനാണ്. ഈ ടാക്സ് ഹെവൻ 2 കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, കോർപ്പറേറ്റ്സ് അവരുടെ വെൽത്ത് പാർക്ക് ചെയ്യുന്നത്, പിന്നെ കൈക്കൂലി ഉദ്യോഗസ്ഥന്മാർ, പൊളിറ്റീഷ്യൻസും. അങ്ങനെ 2. സ്വിസും അങ്ങനെ പെടുവോ? സ്വിറ്റ്സർലൻഡ് പണ്ട് സ്വിറ്റ്സർലൻഡ് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ സ്വിറ്റ്സർലൻഡ് സുപ്രീം കോടതി മറ്റെന്തോ പറഞ്ഞ് ആരെങ്കിലും മറ്റുള്ള ഗവൺമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ വിവരം കൊടുക്കണമെന്ന്. ടാക്സ് ഹെവൻ കൺട്രീസ് ചിലതുണ്ടെന്നാണ് അങ്ങ് പറയുന്നത്. സ്വിറ്റ്സർലൻഡ് സമാനമായ രീതി സമാനമാണ്. അല്ല, അങ്ങനെ കൺട്രീസ് ഉണ്ട്. അത് ഈ സ്ലോവാക്യ അതിൽ പെടുവോ? ഇല്ല, സ്ലോവാക്യ അതിൽ പെടില്ല. ഞാൻ അതിലേക്ക് വരെയാണ്. അപ്പോൾ ഈ ജപ്പാൻ, നമ്മൾ ആരും വിശ്വസിക്കില്ല, ജപ്പാൻ ഒരു ടാക്സ് ഹെവനാണ്. പിന്നെ UAE, ദുബായ് ഒരു ടാക്സ് ഹെവനാണ് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ടാക്സ് ഹെവനിൽ ഇങ്ങനെയാണ് നടക്കുന്നത്. കേമാൻ ഐലൻഡ്സ്. ഇപ്പോൾ ഈ ഞാൻ 93 മറ്റേ പറഞ്ഞില്ല, ജെറ്റ് എയർവേസ് തുടങ്ങിയത് വൺ മാൻസ് ഐലൻഡിലാണ് 93. എന്നിട്ട് അവിടുന്ന് അവർ ഈ ഇൽഗോട്ടൺ വെൽത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാനത് പറയുന്നില്ല. അപ്പം നരേഷ് ഗോയലാണ് ഇത് ചെയ്തത്. നരേഷ് ഗോയൽ ഈ റോയിക്ക് ക്കാളും വലിയ വയലേഷൻ നടത്തിയ ആളാണ്. അത് തെളിഞ്ഞു നടത്തിയതായിട്ട്. അപ്പം അദ്ദേഹം ഇത് ചെയ്തില്ലല്ലോ, സൂയിസൈഡ് ചെയ്തില്ല. അദ്ദേഹം ബെയിലിൽ നിൽക്കുകയാണ് ഇപ്പോഴും നരേഷ് ഗോയൽ. അത് പൊട്ടിപ്പോയി. മറ്റേ ജെറ്റ് എയർവേസ് പൂട്ടിയതല്ല, പൂട്ടിച്ചതാണ്. ഇവർ ഇത് വൈറ്റ് ആക്കാനുള്ള, ലോണ്ടറി ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഇതൊക്കെ. അപ്പോൾ ഈ സിംഗപ്പൂർ, നമ്മുടെ തൊട്ടടുത്തുള്ള സിംഗപ്പൂർ ഇതിൻ്റെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ ഇവിടെയൊക്കെയുള്ള സംഗതി എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്നിട്ട് എന്താ നിങ്ങളുടെ പേര്? ഗു. എൻ്റെ പേര് മിസ്റ്റർ ഗു. അഡ്രസ്സ് അവിടെ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. അല്ല, ഞാൻ അപ്പം അനോണിമിറ്റി ഉണ്ട്. അപ്പം അങ്ങനെ ഈ ടാക്സ് ഹെവനിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദുബായിൽ എന്തൊക്കെയോ ഇദ്ദേഹത്തിന് ഇടപാടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്ത്യയിൽ നിന്ന് പോയി ദുബായിൽ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടെ ഫ്രണ്ട്ലിയാണ്. പിന്നെ ഇദ്ദേഹം ഈ വ്യവസായം തുടങ്ങിയ സമയത്ത് UAE-യും ഇന്ത്യയും തമ്മിൽ ഭയങ്കര ഉടക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ഇന്ത്യയും UAE-യും തമ്മിൽ ഭയങ്കര അടുപ്പമാണ്, ഭയങ്കര സ്നേഹമാണ്. അപ്പം UAE ഗവൺമെൻറ്, ഇപ്പം ഇവിടെ UAE ഗവൺമെൻറ് ദുബായ് ഗവൺമെൻറ്റിന് പൈസ ബാങ്ക് വഴി വന്നാൽ, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മെത്തേഡ് ഉണ്ടല്ലോ ഈ മണി ട്രാൻസ്ഫർ ചെയ്യുന്ന, അതുവഴിയൊക്കെ വന്നാലും അവിടുത്തെ ഗവൺമെൻറ്റിന്, ദുബായ് ഗവൺമെൻറ്റിന് ഇത് ചെക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ രഹസ്യമായിട്ട്, ടാക്സ് ഹെവനൊക്കെ തന്നെ അവർക്ക് രഹസ്യമായിട്ട് ചെക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ ഇന്ത്യ ഗവൺമെൻറ് അടുത്ത് റിക്വസ്റ്റ് ചെയ്യും. സ്ലോവാക്യയിലേക്ക് ഞാൻ വരാം. അതേപോലെ ഇന്ത്യൻ ഗവൺമെൻറ് തിരിച്ചും പറയും. ജോയി ആയിരുന്നാലും, ചന്തു നായരായിരുന്നാലും, ഗോപാൽകൃഷ്ണനായിരുന്നാലും, ഞാൻ ഒരുപാട് പൈസ വെൽത്ത് അവിടെ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിക്കും. അല്ല, ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്ന അങ്ങ് പറഞ്ഞതുപോലെ UAE ഗവൺമെൻറ്റിൻ്റെ ഒരു ആഗ്രഹവും ആവശ്യവും പ്രകാരമാണ് ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ആദായ വകുപ്പ് അവിടെ റെയ്ഡ് നടത്തിയെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. നമുക്ക് സൂചനയെ പറയാൻ പറ്റുള്ളൂ. ആ ഡോക്യുമെൻ്റ് നമുക്കൊരിക്കലും കാണാൻ പറ്റില്ല. പത്രക്കാർക്കൊന്നും ഇതുപോലത്തെ ഡോക്യുമെൻ്റ് കാണാൻ ഒക്കില്ല. അപ്പം ഇതിനകത്താണ് ഈ സ്ലോവാക്യ വരുന്നത്. സ്ലോവാക്യ എന്ന് പറയുന്നത് പിന്നെ പഴയ ചെക്കോസ്ലോവാക്യയുടെ 2ാമത്തെ രാജ്യമാണ്. ഇത് വന്ന ഗോർബച്ചോവിൻ്റെ പ്രശ്നം വന്നപ്പം എല്ലാം സോവിയറ്റ് ഇതിൽ നിന്ന് വിഭിന്നമായിപ്പോയി, വിഘടിച്ചു പോയി. അതിൽ വന്ന ഒരു രാജ്യമാണ് ഈ സ്ലോവാക്യ. 2015 എൻ്റെ ഓർമ്മ. 2015
ഹംഗറി തൊട്ടടുത്തുള്ള ഹംഗറിയും സ്ലോവാക്കിയയും പിന്നെ വേറെ ജർമ്മനിയാണെന്ന് തോന്നുന്നു. ഇവർ 3 പേരും കൂടെ എന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്തതാണ്. കമ്പൈൻഡ് സ്ലോവാക്യക്കകത്ത് ഒരു ഭയങ്കര റെയ്ഡ് നടന്നു. മയക്കുമരുന്ന് കാർട്ടൽ, മാഫിയ എന്ന് പറയില്ല, കാർട്ടൽ. അതായത് നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ, മെക്സിക്കൻ, കൊളംബിയൻ കാർട്ടൽ എന്ന് പറഞ്ഞാൽ അവരുടെ മറ്റേ കൊക്കൈൻ, ഹാഷിഷ്, പിന്നെ ചൈനയുടെ മറ്റേ ആർട്ടിഫിഷ്യൽ, അത് അമേരിക്കയിൽ ഒരുപാട് കയറ്റി വിടുന്നു എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു ആരോപണം, ചൈന. അപ്പോൾ ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ ഡ്രഗ് ഇതൊക്കെ ഇതിൻ്റെ ഒരു മെയിൻ കേന്ദ്രമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ലോവാക്യ എന്ന് പറയുന്ന ഒരു മൗണ്ടനസ് റീജിയനാണ്. അപ്പം ഈ കാർട്ടൽസിനൊക്കെ ഒളിച്ചിരിക്കാനും ഒക്കെ വളരെ അതിൻ്റെ ജോഗ്രാഫി അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഇത് തഴച്ചു വളരെയാണ്. അപ്പോൾ ഈ ചന്തുനാർക്ക് അറിയാമല്ലോ, ഈ ഭയങ്കരമായ ആഗ്രഹം വരുന്നവർക്ക്, മണി എന്നെ ഒരുപാട് വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹം വരുന്നവർക്ക് പിന്നെ ഒരു ആക്രാന്തമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഡ്രഗിലേക്ക് തിരിയും. ഡ്രഗാണ് ഇപ്പോൾ സ്വർണ്ണമോ കറൻസി പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവരണമെന്നൊന്നും അല്ല, അതൊക്കെ പോയി ഔട്ട്ഡേറ്റഡ്, ഒബ്സൊലറ്റായി പോയി. ഇപ്പോൾ ഉള്ള പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ഡ്രഗാണ്. ഡ്രഗ് ഈസ് ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ സ്മഗ്ലിംഗ് സോഴ്സ് ഓഫ് ഇൻകം. അപ്പോൾ അതിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ആ സ്ലോവാക്യയിൽ ഇപ്പം ഇദ്ദേഹം സ്ലോവാക്യൻ ഓണററി കൗൺസിലാണല്ലോ. ഓണററി കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1963 വിയന്ന കൺവെൻഷൻ പ്രകാരം ഉള്ള ഒരു ഇത് വെച്ചിട്ടാണ്, ഒരു പവറാണ് വെച്ചിട്ടാണ് ഈ ഓണററി കൗൺസിൽ. അതുകൊണ്ട് ഡിപ്ലോമാറ്റിക് ചാനൽ വഴി പുള്ളിക്ക് യാതൊന്നും കൊണ്ടുവരാൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താണ് ഉള്ളത്? ഞാൻ അത്യാവശ്യം ഇവിടെയുള്ള റെമ്യൂണറേഷൻ ഇല്ല, റെമ്യൂണറേഷൻ ഇല്ല. പോലീസുകാരെ ഭീഷണിപ്പെടുത്താൻ, ഞാൻ ഓണർ പെട്ടെന്ന് വണ്ടി ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ അദ്ദേഹത്തിനൊരു ഓഫീസ് പോലെ വീട്ടിനകത്തോ എവിടെയെങ്കിലും ഓഫീസ് പോലെ ചെയ്യാം. പക്ഷെ അതിനിപ്പം ഇൻകം ടാക്സ് റെയ്ഡും മറ്റവർക്കൊന്നും അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഇദ്ദേഹത്തിന്. പിന്നെ അദ്ദേഹത്തിന് മറ്റേ കോട്ട് ഓഫ് ആംസ് ഉണ്ട് സ്ലോവാക്യയുടെ, അതെല്ലാം പ്രദർശിപ്പിക്കാം കാറിലും. ഇവിടെ എന്തിനാ പറയും, നമുക്കൊന്നും അറിഞ്ഞുകൂടാ. ജർമ്മനിയുടെ കോൺസൽ ജനറൽ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ട്രിവാൻഡ്രത്തുകാരനാണ്, ഒരു സയ്യിദ് മിർസ എന്നോ എന്തോ മറ്റോ പറഞ്ഞ ഒരു മുസ്ലിമാണ്. ഇതിവിടെ ട്രിവാൻഡ്രത്തുകാരൻ, ജർമ്മനിയുടെ കോൺസൽ ഓണററി കൗൺസിൽ. ചന്തുനായർ പറഞ്ഞ പോലെ അവർക്ക് യാതൊരു ഡിപ്ലോമാറ്റിക് ഇതും ഇല്ല, പവറും ഇല്ല, ഇമ്മ്യൂണിറ്റി ഇല്ല. പിന്നെ ഈ സ്ലോവാക്യയിൽ നമ്മുടെ സ്റ്റുഡൻസ് പഠിക്കാൻ പോയി, ആ ഒരു പ്രശ്നം വന്നു, അതിൽ ഇദ്ദേഹത്തിന് ഇടപെടാം. ഈ ഓണററി കൗൺസിൽ ഇത്രയേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. റെമ്യൂണറേഷൻ നമ്മൾ ഈ റെയ്ഡ് നടന്നപ്പോഴത്തേക്ക് ഈ അദ്ദേഹത്തിന്റെ ഈ സ്ലോവാക്യൻ എംബസി അല്ലെങ്കിൽ കൗൺസിലിന്റെ ഓഫീസ് ഉണ്ടായിരുന്നു, അവിടേക്ക് കയറാൻ ഇവരെ അനുവദിച്ചില്ല എന്നുള്ള ഒരു പരാതിയും നിലനിൽക്കുന്നു. അല്ലെ അവിടെ കയറി ചോദ്യം ചെയ്തില്ല എന്നുള്ള പരാതിയൊക്കെ പറയുന്നുണ്ട്. അത് എത്രമാത്രം ശരിയായിരിക്കും? ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ, നമ്മൾ ഒരുപാട് റെയ്ഡ് നടത്തിയിരിക്കുന്നുണ്ട്, ഞങ്ങൾ അമാസ്മെൻറ്റ് ഓഫ് വെൽത്തിന് പോയി റെയ്ഡ് ചെയ്യും. അവിടെ ചെന്നാലും ഇതേ യാർഡ് സ്റ്റിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഇദ്ദേഹത്തെ, ഞാനായിരുന്നു അത്, കൃഷ്ണപ്രസാദിന് ഒരു ചെറിയൊരു കുഞ്ഞ് അബദ്ധം പറ്റിയിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കണമായിരുന്നു. ഒരു 2 CRPയും BSF ആരെങ്കിലും ഉണ്ടല്ലോ, എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ കാണണം. എപ്പോഴും നമ്മളെങ്ങനെയാണ്, ആദ്യം എല്ലാം മൊബൈൽ വാങ്ങിച്ചു വയ്ക്കും, ലാൻഡ് ലൈൻ ഓഫ് ചെയ്യും, എപ്പോഴും. ഇന്ന് ഇതേപോലെ വല്ലതും കയറി ചെയ്താലോ, വയലൻസ് അങ്ങനെ വയറിൽ കുത്തിയാലോ, ഇദ്ദേഹമല്ല വേറെ ആരായിരുന്നാലും ഭയങ്കര ടെൻഷനാണല്ലോ വീട് റെഡി ചെയ്യുമ്പോൾ. ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ടെൻഷനല്ല. ഇദ്ദേഹം കുറേ ദിവസമായിട്ട് ഇദ്ദേഹം ഹൈക്കോടതിയിലൊക്കെ കേസ് നടത്തി, അത് ലിഫ്റ്റ് ചെയ്യുക, ഹൈക്കോടതി സ്റ്റേ വെക്കേറ്റ് ചെയ്ത് അങ്ങനെയാണ് ഇൻകം ടാക്സ് ഇടുന്നത്. എന്നാലും ഇദ്ദേഹം ഇത് ചെയ്തില്ലേ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ആൾ വേണമായിരുന്നു. അങ്ങനെ ഒരു ചെറിയൊരു ലാപ്സ് വന്നിട്ടുണ്ട്. അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തീർച്ചയായിട്ടും നടപടി എടുക്കും. അങ്ങനെ ഒരു ലാപ്സ് വരാൻ പാടില്ല. ഇനിയുള്ള ഫ്യൂച്ചറിസ്റ്റിക് എല്ലാ റെയ്ഡിനും ഇത് ഇനി ആവർത്തിക്കില്ല, ഇങ്ങനെ സംഭവിക്കില്ല. പക്ഷെ ഇങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിന്നിട്ടാണ് ടക്കന അതിനകത്ത് കയറിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവര് മെന്റൽ ഹരാസ് ചെയ്യാം, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താം, അത്തരം സാധ്യതകളൊക്കെ ഈ റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നുണ്ടായോ എന്നുള്ള കാര്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? സാധാരണഗതിയിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. ഈ കയറി ഉടക്കി നിന്നാൽ പിന്നെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ പിന്നെ എന്തോ ചെയ്യും, ഹഗ് ചെയ്യോ? പറ്റില്ലല്ലോ. പക്ഷെ ഇവിടെ അതൊന്നും ബാധകമല്ല, അതൊന്നും അതിനുള്ള ചാൻസ് ഇല്ല. കംപ്ലീറ്റ് റൂൾ ഔട്ട് ചെയ്യാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം സൂയിസൈഡ് നോട്ടിൽ എഴുതുമല്ലോ, ഇന്ന ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നു. അങ്ങനെ നോട്ട് എഴുതിയിട്ടുണ്ട്. ഒരാൾ എഴുതി, ഇന്ന ഉദ്യോഗസ്ഥൻ എന്നെ
ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് സൂയിസൈഡ് ചെയ്ത ഒരു സംഭവം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെയൊന്നും ഇല്ല, അതൊന്നും അല്ല സംഭവം. എൻ്റെ അല്ല, ഈ പുള്ളിക്ക് ജീവിതം എല്ലാം മതിയായി അതല്ല, അങ്ങനെയല്ല. ജീവിതം മതിയായതൊന്നും അല്ല. ഒരുപാട് ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരാൾ തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്. ഈ ബോൾട്ട് ഫ്രം ബ്ലൂ എന്നൊക്കെ പറയില്ലേ, ഒരു വലിയ ഇടി, അതാണ് അദ്ദേഹത്തിന് പറ്റിയത്. അതിനെപ്പറ്റിയുള്ള തിയറീസേ ഉള്ളൂ. ആ തിയറിയിൽ ഒന്ന്, ഇദ്ദേഹം പിന്നെ സ്ലോവാക്യയിൽ ഇതായിരുന്നല്ലോ. അപ്പം അവിടുത്തെ ഈ ഗവൺമെൻറ്, സ്ലോവാക്യൻ ഗവൺമെൻറ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു, ഇങ്ങേരെ പറ്റി അന്വേഷിക്കണം, ഈ പൈസ ട്രാൻസാക്ഷനൊക്കെ ഉണ്ട്, അന്ന് അന്വേഷിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഞാൻ പറഞ്ഞില്ലേ, ചില ആളുകളോട്ടൊക്കെ സംസാരിച്ചപ്പോഴാണ് അന്ന് കിട്ടിയ സോഴ്സാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ സ്ലോവാക്യൻ ഗവൺമെൻറ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് റോ വരും. സാധാരണഗതി ഇതുപോലുള്ള കേസുകളിലൊന്നും റോ വരില്ല. ഇവര് പെനാൽറ്റി അടച്ച് ഇത് റോയും റോ എൻഫോഴ്സ്മെന്റ്, ഇൻകം ടാക്സ്, പിന്നെ നമുക്ക് അറിഞ്ഞൂടാ ഇനി വേറെ അന്വേഷിച്ചിട്ടില്ല. ഇത് വെറും അല്ലല്ല, റോ ഉണ്ടെങ്കിൽ ഇത് ചെയ്യില്ലല്ലോ, അടിച്ച് ഓർഡർ കൊടുക്കൂ. ഇപ്പൊ നമുക്ക് മീഡിയക്ക് തരുമോ? ഇല്ല, ഒരിക്കലും ചെയ്യില്ല. അവരുടെ എല്ലാം അങ്ങനെയാണ്. അല്ല, ഇപ്പൊ റോ അന്വേഷിച്ചിട്ടുണ്ട്. ഇത് റോ അന്വേഷിച്ചു. ഇതിന്റെ ഒരു ആംഗിൾ റോ അന്വേഷിച്ചു എന്നാണ് പറഞ്ഞത്. ദുബായിലെ ഇൻവെസ്റ്റ്മെന്റും, ഈസ് നോട്ട് എ വ്യവസായി, ഈസ് നോട്ട് എൻ ഇൻഡസ്ട്രിയലിസ്റ്റ്, ഈസ് എ ബിൽഡർ, ടോപ്പ് ബിൽഡർ ഇന്ത്യയിലെ. വ്യവസായി അല്ല, അദ്ദേഹം വ്യവസായം ഒന്നും നടത്തിയില്ലല്ലോ. അപ്പം UAE ഗവൺമെന്റ് റിക്വസ്റ്റ് ചെയ്താണ്. UAE ഗവൺമെന്റ് അവിടെ എല്ലാവരെയും അങ്ങ് പറയുന്നത് റോയും ഇതിന്റെ സമാനമായി റോ, ഇൻകം ടാക്സ്, എൻഫോഴ്സ്മെന്റ്, ഇവരെല്ലാം പാരലായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊന്നും നമുക്ക് തെളിവ് അവര് തരില്ലല്ലോ, ഓർഡർ അടിച്ചിട്ട് നമുക്ക് തരില്ലല്ലോ. അന്വേഷിച്ചിട്ടുണ്ട്. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോ അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തുന്നുണ്ട്. ഉണ്ട്. ഇപ്പൊ ഞാൻ സംസാരിച്ച ഇൻകം ടാക്സിലെ അല്ലെങ്കിൽ IFS ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അങ്ങനെ ഒരു സസ്പീഷൻ ഉണ്ട്. അത് വളരെ ക്ലോസ് ടോക്കിൽ പറഞ്ഞതാണ്. സാർ, അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഇവരും റോയും മറ്റു ഏജൻസികളും അന്വേഷണം നടത്തിയുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നു എന്ന് അങ്ങ് പറയുന്നുണ്ടല്ലോ. സംശയിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഇനി ഭാവിയിൽ അത് പുറത്തു വരണ്ടേ? എന്തായാലും ഭാവി വന്നാലും അദ്ദേഹത്തിന് മാത്രമേ കുഴപ്പം വരുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിന് പ്രശ്നം വരില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ആ ഒരു മൊമെൻറ്റിൽ അദ്ദേഹം വിചാരിച്ചാണ്, ഞാനില്ലാതായാൽ ബാക്കിയുള്ളവരൊന്നും പ്രശ്നമില്ലല്ലോ, ആ സ്വത്തുക്കളും എല്ലാം അദ്ദേഹം എല്ലാം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഈ ഇങ്ങനത്തെ റെയ്ഡ് ആണ് ഈ ഇതുപോലുള്ള സംഗതികൾ അദ്ദേഹം ഒരു നോട്ട് എഴുതാനുള്ളൊരു കാരണം. ഇത് ഹി വാസ് എക്സ്പോസ്ഡ്, ഹി ഈസ് ബീയിങ് എക്സ്പോസ്ഡ്. അപ്പോൾ മാത്രമല്ല, വേറൊരു സംഗതി നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ടെലഗ്രാം, നമ്മുടെ വാട്സപ്പ്, ഇതെല്ലാം എല്ലാവരും വിചാരിക്കുന്നത്, അതിനകത്ത് അവന്മാർ എഴുതി കാണിക്കും എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്നൊക്കെ. ഇതൊക്കെ നമ്മളെ പറ്റിക്കാനുള്ള ഒരു സംഗതിയാണ്. ചന്തു നായരും ഞാനും ചെയ്യുന്നത് പിന്നെ ആരും മോണിറ്റർ ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിചാരിച്ചാൽ ഇത് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതായത് ഉദാഹരണം, ഇസ്രായേലിൻ്റെ പെഗാസസ് എന്ന് പറയുന്ന മറ്റേ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത പലതരം സോഫ്റ്റ്വെയറുകളുണ്ട്. അത് ഈ റഷ്യയും അമേരിക്കയും എന്തായാലും മോണിറ്റർ ചെയ്യും. അത് ടെലഗ്രാമാണ് റഷ്യ, മറ്റത് അമേരിക്കനാണ്. അപ്പം ഇപ്പം തൽക്കാലം അവരുടെ ഒരു സെർവർ ഇവിടെ ഇന്ത്യയിൽ വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്, ഈ ഇവരുടെ അമേരിക്കൻ്റെ മറ്റേ വാട്സപ്പിൻ്റെ. എങ്കിലും അത് സാധാരണക്കാരുടെ ഒന്നും മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഈ ഇസ്രായേൽ ലോകത്തിൽ ആരെയും അവർ ചെയ്യും. ഈ പെഗാസസ് ഒക്കെ അറിയാമല്ലോ. അപ്പോൾ അതേപോലെയുള്ള നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിട്ട് അവർ ഭയങ്കര കോപ്പറേഷനാണ്. അപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ എല്ലാ പലരുടെയും, ചന്തു നായരുടെയും എൻ്റെയും ആവശ്യമെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും ഇൻകം ടാക്സിനും, കേരള പോലീസിനും പറ്റില്ല, ഇൻകം ടാക്സിനും CBIക്കും മറ്റവർക്കും ഒക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹം സംസാരിക്കണ്ടേ, ആളുകളുമായിട്ട് എന്തെങ്കിലും സംസാരിക്കണ്ടേ. അപ്പോൾ സംസാരിക്കാൻ ടെലഗ്രാമിലോ, ഇത് രണ്ടുമാണ് സേഫസ്റ്റ് എന്ന് കരുതുന്നത്. അല്ല, ഇദ്ദേഹത്തിന് നമുക്ക് 800 കോടിയിലധികം രൂപയുടെ ആസ്തി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പം ഉദാഹരണമായിട്ട് ആദായ നികുതിയാണ് പിടിക്കുന്നതും അവരുടെ റെയ്ഡ് നടത്തുകയും ചെയ്താൽ ഇദ്ദേഹത്തിന് ഫൈൻ അടച്ചാൽ മാത്രം മതിയാവും. ആദായ നികുതിക്ക് വലിയൊരു സീസ് ചെയ്യാനോ കോൺസ്പിക്കേറ്റ് ചെയ്യാനോ ഉള്ള ചാൻസുകളും അവിടെ ഇല്ല. കാരണം ഇപ്പം 800 കോടി ഉണ്ടെങ്കിൽ അവർ നോട്ടീസ് കൊടുക്കുന്നു, നിങ്ങൾക്ക് 800 കോടിയുടെ കണക്കിൽപ്പെടാത്ത സ്വത്തുണ്ട്, അതിൻ്റെ സോഴ്സ് കാണിക്കുക. മാത്രമല്ല, അതല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം, ഇപ്പോൾ 30% സാധനം അടയ്ക്കാനുള്ളത്, 50% തുക അടച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അത് കൊടുക്കാമെന്നുള്ളത് നിയമം ഇന്ത്യയിലുണ്ട്. പക്ഷേ
അതല്ല റീസൺ എന്ന് ഇക്കാര്യത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് അല്ലേ? ഇല്ലെങ്കിൽ ഹൈക്കോടതി പോകാമല്ലോ, ഇദ്ദേഹം പോയതുമാണല്ലോ ഈ ഇതില്. അപ്പൊ അതൊന്നും അല്ല. ഞാൻ വേറെ കാര്യം വളരെ ഗുരുതരമായ വേറെ എന്തോ ഈ സ്ലോവാക്യൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഇപ്പൊ ഡ്രഗ് ആണെങ്കിൽ ജയിലിൽ പോവും. ഇറ്റ്സ് എ വെരി സീരിയസ് ഒഫൻസ്. അല്ല, അത് ആദായനിധിക്ക് കണ്ടെത്താൻ പറ്റത്തില്ലല്ലോ. അല്ല, ആദായനിധി കണ്ടാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ഇതിന്റെ തെളിവ് കിട്ടി അവരത് ഹാൻഡ് ഓവർ ചെയ്യും. ശരി ശരി. പിന്നെ നമുക്ക് എങ്ങനെ അറിയാം ബിഗ് ട്രബിൾ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ആദായ നികുതി വകുപ്പും ഈ നമ്മുടെ റോയും ഇൻകം ടാക്സും CBIയും ഇവരെല്ലാം ഇൻ ടാൻഡം ആയിരിക്കും പോകുന്നത്. വി ഡോണ്ട് നോ. ഇപ്പൊ CBIക്കാർ എത്രയോ നാളെ ഞാനൊക്കെ ചിലപ്പോൾ എത്രയോ മനുഷ്യരുടെ കയ്യിലും എടുത്ത് ചെരുപ്പും ഇട്ട് സ്ലിപ്പർ ഇട്ട് ഈ തിരുവനന്തപുരം നടന്നിട്ടുണ്ട്. ഒരു ടോപ്പ് ഓഫീസറിന്റെ ഒന്നും കിട്ടിയില്ല, അതിന്റെ ചെരുപ്പ് തേഞ്ഞത് മാത്രം. അല്ല, ഇത് അവശേഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ചേംബർ, ഒരു ക്യാബിൻ തുറക്കാൻ അനുവദിച്ചില്ലെന്നും അതിനകത്ത് എന്തോ രഹസ്യം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഇപ്പം ഗോൾഡ് ആയാലും സ്വർണ്ണമായിരുന്നാലും അതിന് ഒരു മുറിക്കകത്ത് സൂക്ഷിക്കുന്നതിന് പരിധിയുണ്ട്. ഇപ്പം നോട്ട്സ് ആയിക്കോട്ടെ, 800 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മുറി സൂക്ഷിക്കാൻ പറ്റുന്നതല്ല. അല്ലെങ്കിൽ ഒരു 100 കോടി ആവട്ടെ, ഒരു മുറി സൂക്ഷിക്കാൻ പറ്റുന്ന നോട്ട്സ് അല്ല. അപ്പം സ്വർണവും അല്ല. പിന്നെ എന്താ അവിടെ തുറക്കാൻ അനുവദിച്ചില്ല എന്നൊക്കെ പറയുന്നത്, അതൊക്കെ വേറെ കെട്ടുകഥകൾ മാത്രമായിരിക്കും. കെട്ടുകഥകൾ എന്നല്ല, എന്തോ നമ്മുടെ മീഡിയക്ക് എന്തോ ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. അവർ ബാക്കി വെച്ച് പൊലിപ്പിച്ചതാണ്. അത് കാര്യം എന്ന് പറഞ്ഞാൽ ആ ഡോക്യുമെന്റ്സ്, ഒരു ഡോക്യുമെന്റ് ഒരിടത്തും കാണില്ല. പക്ഷേ ബ്ലോക്ക് ചെയിനിലോട്ടോ ക്രിപ്റ്റോ കറൻസിയിലോ ലീഡ് ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങൾ അവിടെ കാണും. അതിനകത്ത് പൂട്ടി വെച്ചിരിക്കുകയായിരിക്കും. ഇതെല്ലാം ഇദ്ദേഹം മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. പിന്നെ ഇയാൾ നല്ല വിവരമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം സാറിന് നമ്മൾ സംസാരിച്ചോട് പറയാം, ഞാൻ അദ്ദേഹമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ 7 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും അദ്ദേഹത്തിൻ്റെ ഫാം ഹൗസിൽ നമ്മൾ താമസിക്കുകയും ഒരു 2 ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഷൂട്ടിയൊക്കെ ദൂരദർശന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഞാൻ. മാത്രമല്ല, അദ്ദേഹം അന്ന് വളരെ രസകരമായിട്ട് കാര്യങ്ങളെല്ലാം നമ്മളോട് പറയുകയും ചെയ്തു. അന്ന് വൈകുന്നേരം അങ്ങനെ നമ്മുടെ യൂണിറ്റിനെയൊക്കെ അദ്ദേഹം ഒരു വലിയൊരു ഹോട്ടലിൽ ഡിന്നറിന് ക്ഷണിച്ച് നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം അപ്പം നമ്മൾ ഇൻ്റർവ്യൂവിന് പറയാത്ത കാര്യങ്ങളൊക്കെ വളരെ തുറന്ന് സിനിമാ സ്വപ്നങ്ങൾ, സിനിമയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പായിരുന്നു, സിനിമയിലേക്ക് ഞാൻ പോവുകയാണ്, മോഹൻലാലിൻ്റെ സിനിമയായിട്ടുള്ള ബന്ധം, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ വേറൊരു കാര്യം കൂടെ നമ്മൾ പറയാനുള്ളത്, ക്രിസ്റ്റൽ KK നമ്പൂതിരിയില്ലേ, അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ണറായിരുന്നു ഈ CJ റോയ്. ഞാൻ കൃഷ്ണൻ നമ്പൂതിരിയെയും ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു ഇതിന് ശേഷം വേറൊരു ആവശ്യത്തിനായിട്ട്. ഇത് പക്ഷെ അന്ന് എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അദ്ദേഹവും CJ റോയെ കുറിച്ച് എന്നോട് ഈ ഇൻ്റർവ്യൂവിന് ശേഷം നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അദ്ദേഹം എൻ്റെ പാർട്ണറായിരുന്നു എന്നും അദ്ദേഹം എന്നിൽ നിന്നും കുറച്ച് സ്വത്തുക്കൾ, അതായത് ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന് കൊടുക്കുകയും അദ്ദേഹം എന്നിൽ നിന്നും തട്ടിയെടുത്തു എന്നുള്ള വാക്ക് തന്നെയാണ്, എടുത്തു കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഞാനിനി ചോദിക്കാനൊന്നും പോകുന്നില്ല, ഞാൻ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ അദ്ദേഹം വളരെ നിസ്സംഗനായിട്ടാണ് അക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അന്നേ ഒരു കാര്യം കിടക്കുന്നുണ്ട്, അതായത് CJ റോയി ഈ ക്രിസ്റ്റൽ K നമ്പൂതിരിയിൽ നിന്നും ഭൂമി, അതായത് സർജാപൂരിലുള്ള ആട് മേയ്ക്കുന്ന സ്ഥലമെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലമല്ലേ, അത് എത്രയോ ഏക്കറുകൾ, 100 ഏക്കറിലധികമാണ്. അത് അന്ന് കൃഷ്ണൻ നമ്പൂതിരിയിൽ നിന്നും അവകാശപ്പെട്ടതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CJ റോയി വാങ്ങിച്ചാണ് അദ്ദേഹത്തിൻ്റെ പാർട്ണർഷിപ്പ് ഒഴിയുന്നതെന്ന് എൻ്റെ അടുത്ത് 2 പേരും പറഞ്ഞിട്ടുണ്ട്. അത് ക്രിസ്റ്റൽ നമ്പൂതിരി അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹവും ഇക്കാര്യം എന്നോട് നേരിട്ട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അന്നത്തെ ഒരു സാഹചര്യം അദ്ദേഹം ഈ ബിസിനസ്സിലേക്ക് വന്ന സാഹചര്യം തന്നെ ഒരു എന്താണ് പറയുക, തെറ്റായ രീതിയിലേക്കുള്ള കടന്നുകയറ്റമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മറ്റു മാർഗങ്ങൾ അവലംബിച്ചു കൂടാ എന്ന് നമുക്ക് കരുതാൻ പറ്റില്ലല്ലോ. അവർ ഈ ഫൈനാൻസ് മാനേജ് ചെയ്യുന്നതിന് വളരെ പൂറായിരുന്നു. അപ്പം അവർ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം അത് ടേക്ക് ഓവർ ചെയ്ത്, ഇദ്ദേഹം ഭയങ്കര ബ്രില്യൻ്റ് ആണല്ലോ. അപ്പോൾ ഈ വാങ്ങിയ ബിൽഡിംഗ് സ്വത്തുക്കളെല്ലാം ഇദ്ദേഹത്തിൻ്റെ പേരിലും, അവസാനം നിക്ഷേപകരും ഇവരുമൊക്കെ ഇവർക്കെതിരായിട്ട് കേസ് കൊടുക്കുകയും അപ്പോൾ ഈ ഒരു ചതിച്ചു എന്നാണ് ബാംഗ്ലൂരിൽ എൻ്റെ സോഴ്സസ്. അന്ന് ഇതൊക്കെ അവിടുത്തെ മഞ്ഞപത്രങ്ങളിലും പല ഇതിലുമൊക്കെ ഇപ്പോഴല്ല നേരത്തെ വന്നതാണ്. എന്നിട്ടിപ്പം നമ്പൂതിരി എവിടെ പോയെന്ന് ആർക്കും അറിഞ്ഞൂടാ. അപ്പം അങ്ങനെ ഒരു ചതിയുടെ കഥ പറയുന്നുണ്ട് സൈഡിൽ കൂടെ. നമുക്ക് വി ഡോണ്ട് നോ. എനിക്കറിയാം അദ്ദേഹം ആർക്കറിയാത്ത വേറൊരു കാര്യം, ഈ KK നമ്പൂതിരി, കൃഷ്ണൻ നമ്പൂതിരി, അദ്ദേഹം നല്ലൊരു സംഗീതാസ്വാദകനാണ്, മാത്രമല്ല ഭയങ്കര തബലിസ്റ്റുമാണ്. അപ്പം രാത്രി നമ്മളിതെല്ലാം കഴിഞ്ഞ് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ പുള്ളി പറഞ്ഞ് ഞാൻ ചോദിച്ചപ്പോൾ തബല ഇരിക്കുന്നതാണ്, ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തബല, എൻ്റെ മുമ്പിലിരുന്ന് പുള്ളി തബല വായിച്ചു. വളരെ നല്ല 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 സ്ഫുടതയോടുകൂടി, നല്ല താളബോധത്തോടുകൂടി അദ്ദേഹം തബല വായിച്ചു. ഞാൻ അതിശയിച്ചു പോയി.
എന്നിട്ടാണ് പുള്ളി ഈ കഥകളും കാര്യങ്ങളും ഒക്കെ എൻ്റെ അടുത്ത് പറയുന്നത്. തീർച്ചയായിട്ടും ഞാനത് അന്ന് കേട്ടപ്പോഴത്തേക്ക് നമ്മളത് കഴിഞ്ഞ തീർച്ചയായിട്ടും രണ്ടുപേര് തന്ന ഒരു പാർട്ണർഷിപ്പിൽ ഒരു ബിസിനസ് ഉണ്ടാകുമ്പോൾ അത് ലംഘിക്കപ്പെടുന്നു. അത് സർവ്വസാധാരണമാണ്. നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ സമൂഹത്തിലൊക്കെ സർവ്വസാധാരണമായ ഒരു സംഗതിയാണ്. അതിൽ വലിയൊരു കാര്യമായി ഞാൻ കണ്ടില്ല. പക്ഷേ കാലങ്ങൾ കഴിയും തോറും ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലിട്ട് വീണ്ടും വിചാരം ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. കാരണം റോയി ഉയർന്നു വരുന്നു, കൃഷ്ണൻ നമ്പൂതിരിക്ക് ഇങ്ങനെ അപജയങ്ങൾ പറ്റുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, പക്ഷേ എങ്കിലും അദ്ദേഹം ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം അദ്ദേഹം നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനോടൊക്കെ പെരുമാറുന്നതൊക്കെ വളരെ സ്നേഹത്തോടും മാന്യമായും ഒക്കെ ആയിരുന്നു അയാൾ പെരുമാറുന്നത്. എല്ലാവരെയും കൂടെ നിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു പ്രത്യേക കഴിവും സിജറോയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ള ദുരൂഹത ഇപ്പോഴും അവശേഷിക്കുന്നു. മാത്രമല്ല, അങ്ങ് പറഞ്ഞതുപോലെ ഈ വിദേശത്ത് നിന്നും ഉള്ള എന്തെങ്കിലും ഇടപാടുകളിൽ ദുരൂഹത ഉണ്ടായിരുന്നിരിക്കും. അല്ലാതെ പുള്ളിക്ക് സാമ്പത്തികമായി ഒരു പ്രശ്നം വന്ന് പുള്ളി ആത്മഹത്യ ചെയ്യേണ്ട കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പുള്ളി വലിയൊരു അഭിമാനിയായിരുന്നു. ജീവിതത്തിൽ അഭിമാനത്തോടെ ജീവിക്കണമെന്ന് കാണുന്ന ഒരു ആൾക്കാർ പറയുന്നുണ്ട് വലിയ പൊങ്ങച്ചക്കാരായിരുന്നു. അങ്ങനെയല്ല, ഒരു അഭിമാനമായി എനിക്ക് അഭിമാനത്തോടെ ജീവിക്കണം എന്നൊക്കെ പുള്ളി എപ്പോഴും പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങ് ഈ അവസാനം പറഞ്ഞല്ലോ ഈ മറ്റ് ഇടപാടുകളെക്കുറിച്ച്, അത് ഇപ്പോൾ പൊന്തി വരുന്നുണ്ട്. അതിനെക്കുറിച്ച് അങ്ങ് കൂടുതൽ അറിയാമെങ്കിൽ പറഞ്ഞാൽ കൊള്ളാം. അല്ല, അതിൻ്റെ കൂട്ടത്തിൽ ഇത് കൂടെ പറഞ്ഞിട്ട്, ഈ ക്രിസ്റ്റലിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ എൻ്റെ ക്ലോസ് ഫ്രണ്ട് ബാംഗ്ലൂരുണ്ട്. ഈ സംഭവത്തിന് ശേഷം അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം വളരെ സ്മാർമിയായി, അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് ചിലർ ഇങ്ങനെ നിൽക്കൂലേ, നിങ്ങൾ ഇരിക്കൂ, ഞാൻ ഇരിക്കില്ല, അതെന്താ ഇരിക്കാത്ത, അങ്ങയുടെ മുമ്പ് ഞാൻ ഇരിക്കില്ല, അതാണ് സ്മാർമി എന്ന് പറയുന്നത്. ഈ സ്മാർമി സ്വഭാവത്തിൽ ഇങ്ങനെ ഈ നമ്പൂതിരി ഇവിടുത്തെ ഇലക്ട്രോണിലെ എഞ്ചിനീയറായിരുന്നു, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറായിരുന്നു. അങ്ങേര് ദുബായിൽ പോയി കുറേ പൈസ ഉണ്ടെങ്കിൽ അത് അവിടെ ചെന്നിട്ടാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പേ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മുമ്പ് വളരെ സ്മാർമിയായിട്ട് നിന്ന് ഗുരുവായിരുന്നു ഈ. അപ്പം അവരെ ചതിച്ച് കൈവശപ്പെടുത്തിയതാണ് ബാക്കിയെല്ലാം എന്ന് പറയപ്പെടുന്നു. അത് അതിനകത്ത് സത്യമുണ്ടെങ്കിൽ നമ്മളെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ഒരു ശുദ്ധനായ നമ്പൂതിരിയെ ചതിച്ചാൽ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുമെന്ന് പറയില്ലേ. അപ്പം അതൊക്കെ ചിലപ്പം ബൂമറാങ് ചെയ്തതായിരിക്കാം. അതൊന്ന്. പിന്നെ അതെ, അംബീഷ്യസും അദ്ദേഹം വളരെ നൈസും ഒക്കെ തന്നെ. പക്ഷെ എപ്പോഴാണ് ഒരു മനുഷ്യന് ഈ പൈസ ഒരുപാട് ഉണ്ടാക്കണമെന്നുള്ള ആക്രാന്തം വരുന്നതെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. ഏതെങ്കിലും വളരെ റിച്ച് ആയിട്ടുള്ള ആരെങ്കിലും എനിക്ക് ഇത്രയൊക്കെ മതി ഇനി ഉണ്ടാക്കിയത് ആരും പറയാറില്ല. അല്ല, ആദായ നികുതി തന്നെയായിരുന്നില്ല അദ്ദേഹത്തിനുള്ള റോൾസ് റോയ്സ് കാറുകൾ കിട്ടണമുണ്ട്. അതത്രയും വിറ്റാൽ തന്നെ തീരാവുന്ന, അടച്ചു തീർക്കാവുന്ന എന്താണ് ഫൈനേ വരത്തുള്ളൂ. പക്ഷെ ഫൈനല്ല, ജയിൽ ശിക്ഷ വരുമെങ്കിലും ഈ ഡ്രഗ് കാർട്ടലിലൊക്കെ പോയി ഒക്കെ തലയിട്ട് വലിയ പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ അപ്പൊ സ്ലോവാക്യൻ ഗവൺമെന്റിന്റെ അവിടെയും ഇങ്ങനെ പോകാൻ പറ്റില്ല, ദുബായിലും പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കട്ടെ. അദ്ദേഹത്തിന്റെ ഈ മരണത്തോടുകൂടി ഇത്തരം കുറ്റകൃത്യങ്ങൾ കൊള്ള എന്താണ് ആരോപണം അല്ലെങ്കിൽ അത് അതിൽ നിന്ന് നീക്കപ്പെടുമോ? ഒരു 80% എനിക്ക് കിട്ടിയ ഇൻഫർമേഷന് എൻ്റെ നിയമപരമായിട്ട് അല്ല, എൻ്റെ മാർബിൾസും പ്രകാരം അത് തന്നെയാണ് ഞാൻ പറയുന്നത്. മാർബിൾസും പ്രകാരം ഇദ്ദേഹം ഈ സൂയിസൈഡ് ചെയ്യാനുള്ള കാരണം, ഞാനിത് ചെയ്താൽ എൻ്റെ കുടുംബാംഗങ്ങൾ ഒന്നും ഇതിനകത്ത് അബ്സോൾഡ് ആവും, അവരൊന്നും ഇതിനകത്ത് പെടില്ല, ഞാൻ പോയാൽ ഞാൻ മാത്രമേ ഇതിനകത്ത് പെടുള്ളൂ, അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇത് ചെയ്തതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ അത് നമുക്കത് ശരിയല്ല. അപ്പം ഈ ആദായ നികുതി അല്ലാതെ എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം അതിൽ നിന്ന് ഒഴിവാക്കപ്പെടും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ആ റൂമിൽ കയറണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു ചിന്താഗതിയിലേക്കായിരിക്കും അദ്ദേഹത്തിന് മാത്രം ഉത്തരവാദിത്വം എടുത്ത് അദ്ദേഹം അങ്ങ് ഒഴിവായിപ്പോയി. ബാക്കിയുള്ളവർക്കൊന്നും ഒന്നും വരില്ലല്ലോ. നേരെ വെച്ചാൽ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ബാക്കിയുള്ളവർ ഫേസ് ചെയ്യേണ്ടി വരും. അതൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ചെയ്തതായിരിക്കാം. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, എന്നാലേ ഇത് ക്ലിയർ ആവുള്ളൂ നമ്മുടെ പ്രേക്ഷകർക്ക്. അതായത് ഈ പാൻഡോര പേപ്പേഴ്സ് അത് 2021 തോന്നുന്നു. പിന്നെ പനാമ പേപ്പേഴ്സ് 2015. ലോകത്തിലുള്ള ഇതേപോലെ ടാക്സ് ഹെവനിലുള്ള ലോകത്തിലെ 100,000 പേരുടെ ഇത് ലീക്കായി. എങ്ങനെയോ അതിൽ 500ഓളം ഇന്ത്യക്കാരുടെ പേര് അതിനകത്തുണ്ടായിരുന്നു. 500ഓളം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ്റിനെ വെട്ടിച്ച് അവിടെ കൊണ്ട് പാൻഡോര പേപ്പേഴ്സ് ആൻഡ് പനാമ പേപ്പേഴ്സ്. അതിൽ വളരെ ഇത് ഇന്ത്യൻ എക്സ്പ്രസ്, ഞാൻ പറയുന്നതല്ല, ഇന്ത്യൻ എക്സ്പ്രസ് ആർട്ടിക്കിളായിട്ട് പത്രത്തിൽ അടിച്ചു വന്നതാണ്. അത് ഇപ്പോഴും അവൈലബിൾ ആണ്. അതിനകത്ത് നമ്മളെല്ലാം ഭയങ്കരമായിട്ട് വിചാരിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ട്,
പാൻഡോറ പേപ്പേഴ്സിൽ അവിടെ നമ്മുടെ ഗവൺമെൻറ്റിനെ വെട്ടിച്ച് അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഐശ്വര്യ റായ്, അമിതാഭ് ബച്ചൻ, പത്മഭൂഷൺ മൂന്നാമത്തത്. പത്മഭൂഷൺ വാങ്ങിച്ചിട്ട് അയാളെ ഈ പാൻഡോറ പേപ്പേഴ്സിലുള്ളതുകൊണ്ട് പിന്നെ അയാളുടെ പുറത്ത് റെയ്ഡും ഒക്കെ വന്നു. ഇങ്ങനെയുള്ള പിന്നെ ഇക്ബാൽ മിർച്ചി വലിയ വ്യവസായിയാണ്. അവരെല്ലാം ഈ പനാമ പേപ്പേഴ്സിൽ ഈ പാൻഡോറ ഇതും ഈ ചാനൽ ഐലൻഡ്സ് എന്നൊക്കെ പറഞ്ഞ് UK കീഴിലുള്ളതാണ്. അവിടെയൊക്കെ പോയി ഞാൻ പറഞ്ഞില്ലേ ഗൂന്ന് പറഞ്ഞിട്ട് എന്തുവാണോ ചെയ്യാം. അവിടെ എങ്ങും നമ്മുടെ അന്ന് ED ഇല്ല, CBIക്കും ഒന്നും അവിടെ ജൂറിസ്ഡിക്ഷൻ ഇല്ല. ഇപ്പൊ അവരവിടെ പോയി ഇൻവെസ്റ്റ് ആണ് ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത്? അവർ ഇൻവെസ്റ്റ് ചെയ്യും, പാർക്ക് ചെയ്യും. കറക്റ്റ് വേർഡ് പാർക്കിംഗ് ദർ ഇൽഗോട്ടൺ വെൽത്ത്, അതാണ് പറയുക, ഡിസ്പ്രപ്പോർഷനേറ്റ് വെൽത്ത് അവിടെ കൊണ്ട് പാർക്ക് ചെയ്യും. എന്നിട്ട് അവിടുന്ന് ഇപ്പം ദുബായിൽ തന്നെ വളരെ they have made in India അല്ലേ, which they amassed from India. പിന്നെ കിക്ക് ബാക്സ് പിന്നെ ഒരു പ്രധാനപ്പെട്ട ആളുണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ സ്വിസ് ബാങ്ക് ഒക്കെ പോയി. സ്വിസ് ബാങ്ക് ഇപ്പൊ 3rd പ്ലേസിലായി. ജർമ്മനി ആരും വിശ്വസിക്കാത്ത. ഞാൻ ഈ ചാനൽ ചർച്ചയിലൊക്കെ അത് ഇതിപ്പം നമ്മളിപ്പോ ഒരു ഇൻവെസ്റ്റ്മെന്റ് വേറൊരു രാജ്യത്ത് കൊണ്ടിടുന്നു എന്നുള്ളത് ഈ നിയമം ലംഘിച്ച് അങ്ങ് പറഞ്ഞോളെ ഫെറ നിയമം ലംഘിച്ച് തന്നെ കൊണ്ടിട്ടായിരുന്നതേയും അത് അത്ര വലിയൊരു കുറ്റകാരൻ, ഭീകരമായ ഒരു കുറ്റകൃത്യം അല്ല. എനിക്ക് വേണമെങ്കിൽ അമേരിക്കയില് നമുക്ക് ബന്ധുക്കളുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ കൊണ്ടിടാം. പക്ഷെ ഇതല്ല, ടാക്സ് ഹെവനിലാണ് കൊണ്ടിടുന്നത്. ടാക്സ് ഹെവൻ എന്ന് പറയുമ്പം ഒരു ഡീറ്റെയിൽസും നമ്മളിവിടുത്തെ ഏജൻസി പോയാൽ അവർ കൊടുക്കില്ല. ദേ ആർ നോട്ട് ബൗണ്ട്. അപ്പൊ അവിടെ പോയി ഇടുക എന്ന് പറയുമ്പം എൻ്റെ ഡീറ്റെയിൽസ് ഒരിക്കലും പുറത്ത് വരരുത് എന്നുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ ഐശ്വര്യ അമിതാഭ് ബച്ചനും ഈ ഇക്ബാൽ മിർച്ചിയും പിന്നെ സച്ചിൻ ടെണ്ടുൽക്കർ എന്തിനാ അവിടെ കൊണ്ടിട്ട? ഇവിടെ ഇൻകം ടാക്സിന്റെ ഫൈൻ അടച്ച് ഇവിടെ കൊടുത്താൽ പോലും. ഇവിടെ നിന്ന് ഉണ്ടാക്കിയ പൈസ ഇല്ലേ? ഈ കിക്ക് ബാക്സ് ആണ്. ഈ ഒരുപാട് ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കണ അറിഞ്ഞൂടെ? അപ്പൊ ഇത് ടാക്സ് ഹെവനിൽ ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. ശരി, ആയിക്കോട്ടെ. ഇതിപ്പം പിന്നെ ടാക്സ് ഹെവനിൽ വെറും ഇൻവെസ്റ്റ് ചെയ്താണെങ്കിൽ മനസ്സിലാക്കാം. ഇത് അതുമല്ല, അതിലും കൂടിയ സാധനമാണ്. ഈ ഡ്രഗിന്റെ കയറിയൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ. അല്ല, ഞാൻ ഒരു കാര്യം അവസാനമായിട്ട് നമ്മൾ ചോദിക്കാം. അതായത് ഇപ്പം ഈ ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹം മരിച്ചു, ആ റെയ്ഡ് നടക്കുന്നതിൻ്റെ സമാനമായ ആ സമയത്ത് തന്നെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തിരഞ്ഞെടുത്തത്. അത് നേരത്തെ തന്നെ പുള്ളിക്ക് ആത്മഹത്യ ചെയ്യണമെന്നുള്ള ഒരു മോഹം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഡയറി കുറിപ്പുകളിലൂടെ വ്യക്തവുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെയും ഇത് എന്താണ് ഇതിൻ്റെ പിന്നിൽ, ആത്മഹത്യക്ക് പിന്നിലുള്ള കാരണമെന്ന് ബോധ്യപ്പെടുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഉത്തരവാദിത്തമുണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ ഇത്രയും അങ്ങ് പറഞ്ഞ പോലുള്ള വിദേശ വ്യാപാര ബന്ധമാണോ, വിദേശ നിക്ഷേപ ബന്ധമാണോ, അതോ ദുരൂഹമായിട്ടുള്ള എന്തെങ്കിലും ഇടപാടുകളുണ്ടോ എന്നുള്ള കാര്യം കൂടി ജനങ്ങളെ അറിയിക്കാൻ ഒരു ഉത്തരവാദിത്തം ഗവൺമെൻറ്റിൻ്റെ, അല്ലെങ്കിൽ ഈ ആദായ നികുതി റെയ്ഡാണെന്നുള്ള കാര്യം അവസാന കാലം വരെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കില്ലേ? ഇല്ല, അതിപ്പോൾ ഒരാഴ്ചയല്ലേ ഉള്ളൂ റെയ്ഡ് കഴിഞ്ഞിട്ട്. അത് വരും, ഡെഫിനറ്റായിട്ട് അത് പുറത്ത് വരും. അത് എനിക്ക് തോന്നുന്നു കുടുംബാംഗങ്ങൾക്ക് തന്നെ അത് പുറത്ത് വരേണ്ടത് ആവശ്യമായിട്ട് വരും. കാരണം അല്ലെങ്കിൽ അവരെ ആളുകൾ സംശയിക്കും. അവർ പത്രസമ്മേളനം വെച്ചത് മാറ്റി അവർ അത് ഇദ്ദേഹം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത സൂയിസൈഡ് നോട്ട് എഴുതുകൊണ്ടാണ് അത് അവർ മാറ്റിവെച്ച്. അല്ലെങ്കിൽ അവർ സംശയിച്ചാൻ, ഇവരെയൊക്കെ സംശയിച്ചാൻ. അപ്പോൾ ഇതൊരു ഒരുപാട് അന്വേഷിക്കാനുണ്ട്. ഇറ്റ്സ് നോട്ട് ആണ് ഈ കേക്ക് വാക്ക് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന്. ഇൻകം ടാക്സ് ആയിരുന്നാലും റോ ആയിരുന്ന ആരായിരുന്നാലും. അപ്പൊ ഈ ഭയങ്കരമായി പേടിച്ചല്ല ഈ അന്വേഷണം പൂർണ്ണമായിട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, നല്ല രീതിയിൽ അന്വേഷണം വേണമെന്നുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി കത്തെഴുതിയിട്ടുണ്ട് കേന്ദ്രത്തിന്. ഈ CJ റോയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണം, ദുരൂഹതകൾ നീക്കണമെന്നും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നുള്ളതൊക്കെ. മാത്രമല്ല, ആദായ നികുതി വകുപ്പിനെ ഒരു പക്ഷേ ആളുകളിപ്പം അല്പസമയത്തെങ്കിലും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അവരുടെ റെയ്ഡിനെ തുടർന്നാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നീക്കേണ്ട കാര്യമില്ലേ? അങ്ങ് യഥാർത്ഥത്തിൽ അങ്ങനെയാണ്, അതുകൊണ്ടുള്ള പ്രഷറിലാണ് അദ്ദേഹം ആത്മഹത്യ എന്നുള്ള ആ നിഗമനത്തിലേക്ക് എത്തുന്നേ ഇല്ലല്ലേ? ഒരിക്കലും അല്ല. ഞാൻ 99.99% ഞാൻ ഇൻകം ടാക്സുകാരെ കുറ്റം പറയില്ല. മാത്രമല്ല, ഈ കൃഷ്ണപ്രസാദ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു അന്വേഷണത്തിൽ ഇയാൾ വളരെ ഒരു അപ്രൈറ്റ് ആയിട്ടുള്ള, ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. ഈ ഒന്നാമത് അങ്ങനെ റോയിയെ കയറി അങ്ങനെ ഭീഷണിപ്പെടുത്താനും തട്ടാനൊന്നും പറ്റില്ല. അങ്ങനെ ഹൈക്കോടതി, സുപ്രീം കോടതി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഇങ്ങനെ അസ്തപ്രജ്ഞനായിപ്പോയി. നമ്മൾ സംശയിക്കപ്പെടുന്ന ചില സംഗതികളാണ് സ്ലോവാക്യൻ ദുബായ് കണക്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് ദുബായ് ഗവൺമെന്റിന് ആൻസറബിൾ ആണ്, സ്ലോവാക്യൻ ഗവൺമെന്റിന് ആൻസർ ആണ്. ഹൗ ഡിഡ് ദിസ് മണി കം ഫ്രം, വേർ ഡിഡ് ദിസ് മണി കം ഫ്രം, വേർ ഡിഡ് യു ഗെറ്റ് ഫ്രം എന്നുള്ള ആ രണ്ട് ഗവൺമെന്റും പിന്നെ ഇന്ത്യ ഗവൺമെന്റും ചോദിക്കും. ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ കാസിനോ ഗ്രൂപ്പിന്റെ, അതായത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ, കാസിനോ ഗ്രൂപ്പിന്റെ ഭാവി ഇനി എന്താവും എന്നുള്ളതും കൂടെ കാരണം നിരവധി ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്.
അതും ഒരു ആശങ്കയിലാണ്. പക്ഷേ നമുക്ക് വേറൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞ ജോർജ് മുത്തൂൻ്റെ ആത്മഹത്യ, കപ്പൽ ജോയിയുടെ ആത്മഹത്യ, മറ്റേ കോഫി ഡേയുടെ MG സിദ്ധാർത്ഥിൻ്റെ ആത്മഹത്യ, ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഈ കഫേ കോഫി ഡേ വളരെ നല്ല രീതിയിൽ ഇപ്പോൾ ഭാര്യ കൊണ്ടുപോകുന്നുണ്ട്. മറ്റേ മുത്തൂറ്റ് ഗ്രൂപ്പിൻ്റെ അതും വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അങ്ങനെ ഈ ജോയിയുടെയും അങ്ങനെ എല്ലാം നല്ല രീതിയിലാണ് പോകുന്നത് ഈ ആത്മഹത്യ കഴിഞ്ഞാലും. ഈ കോൺഫിഡൻ്റ് ഗ്രൂപ്പിനും അതേപോലെ നല്ല രീതിയിൽ തന്നെ ആയിരിക്കും അവരുടെ ഭാവി ഈ ഇൻവെസ്റ്റേഴ്സിന് ആശങ്ക ഉണ്ടാക്കാത്ത തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അങ്ങ് വിലയിരുത്തുന്നുണ്ടോ? അതിനകത്തൊരു ചെറിയ ഒരു ഗ്രേ മാറ്ററുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ വരുമ്പം ഞാൻ അതിനകത്ത് പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ ബാങ്കിലെ പോലെയാണ്, പെട്ടെന്ന് പൈസ ഇട്ട് എല്ലാവരും കൂടെ ഒരു ദിവസം പോയി വിഡ്രോ ചെയ്താൽ അത് പൊട്ടിപ്പോവില്ല. അപ്പോൾ അതേപോലെ ഈ എന്ത് സംഭവിക്കുമെന്ന് ഇൻവെസ്റ്റേഴ്സിന് ഭയങ്കര ടെൻഷനായി അവർ പോയി പൈസയൊക്കെ ചോദിച്ച് കോടതിയിൽ കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നത്തിലാവും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത പിന്തുടർച്ച അവകാശികൾ ഭയങ്കര ഈ അദ്ദേഹത്തിനെ പോലെ ഭയങ്കര ഡൈനാമിക് ആണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ കുറേ തിരിച്ചു കൊടുക്കുക, ബാക്കി ഞങ്ങൾ തരാം, ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, അപ്പോൾ ഒന്ന് കരകയറ്റാൻ പറ്റും. പക്ഷെ നമുക്ക് അറിഞ്ഞൂടെ ഇത് എങ്ങനെ വരുമെന്ന്. പക്ഷേ ജനറലി പറഞ്ഞ ബൈ ആൻഡ് ലാർജ് നല്ല ഒരു സംഗതി അല്ല കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് ഇങ്ങനെ ഒരു സംഗതി സംഭവിച്ചുകൊണ്ട്. കാരണം പറഞ്ഞാൽ നമുക്കറിഞ്ഞൂടെ മറ്റേ സംഗതി എന്തോ ആണെന്ന്. എന്തിനാണ് അദ്ദേഹം സൂയിസൈഡ് ചെയ്തത്? സ്ലോവാക്യൻ ആംഗിള്, ദുബായ് ആംഗിള്, റോ ആംഗിള്, ഇങ്ങനെയൊക്കെ ഉള്ള എന്തിനാണെന്നുള്ള നമുക്കറിഞ്ഞൂടാ. അദ്ദേഹത്തിന് വേറൊരു സൈഡുണ്ട്, എപ്പോഴും ഡാർക്കർ സൈഡുണ്ട്. അതാണല്ലോ ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ ഉദ്യോഗസ്ഥൻ പറയുന്നത് അങ്ങനെയാണ്. അദ്ദേഹത്തിനെ അവിടുന്ന് പറഞ്ഞു വിട്ടു ഇദ്ദേഹം ടേക്ക് ഓവർ ചെയ്തപ്പോൾ. അപ്പം അങ്ങനെ ഒരു ഡാർക്ക് പാസ്റ്റ് ഉണ്ട്. അപ്പം ഇദ്ദേഹം ഇതേപോലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ഇതബദ്ധമല്ല, മണി കൂടുതൽ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ഗ്രീഡി ആയിരുന്നു. അതുകൊണ്ട് ഇത് എവിടെ ചെന്ന് വീണതാണ്. ഈ എൻ്റെ ഒരു ബലമായ സംശയം ഈ ഡ്രഗ് കാർട്ടലിലോ മറ്റോ ഇങ്ങനെ അറിയാതെയോ എങ്ങനെയോ പെട്ടുപോയി. അത് ജയിൽ ശിക്ഷയാണ്. അത് വലിയ മാത്രമല്ല, വി ഡോണ്ട് നോ വൈ റോ കെയിം. റോ വരുന്നുണ്ടെങ്കിൽ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ്. എനിക്ക് ദാവൂദിൻ്റെ കമ്പനിയിൽ ദുബായിൽ 2 കോടി രൂപ ഇട്ട് കഴിഞ്ഞാൽ അത് രാജ്യദ്രോഹമായിട്ട് തന്നെ വരും. എന്ന് പറഞ്ഞാൽ ദാവൂദിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇതാണ്. അപ്പം നമുക്കറിഞ്ഞൂടാ എന്താണെന്നുള്ളത്. പിന്നെ ഒരു സംഗതി കൊണ്ടുണ്ട്, നമ്മളെ ഇവിടുത്തെ ഇപ്പം അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഒരുപാട് പേര് അടുത്ത സുഹൃത്തുക്കളായിരുന്നു, ചങ്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു. വലിയ വലിയ ആളുകൾ. അതിൽ ഒരാൾ ഡ്രൈവറെയാണ് അയച്ചത് റീത്തുമായിട്ട്. ഇവരെ ആരും അവിടെ കണ്ടില്ല. അപ്പം അവർക്കും പേടിയുണ്ട്. ഇവരുടെയൊക്കെ ഇല്ലീഗൽ വെൽത്ത് ചിലപ്പോൾ ഇദ്ദേഹം പാർക്ക് ചെയ്തിരുന്നിരിക്കും. അത് ഈ വലിയ വലിയ ഇതുപോലെയുള്ള ബിസിനസ്സുകാർക്കൊക്കെ അങ്ങനെ ഒരു ഹാബിറ്റുണ്ട്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ആളുകളുടെ പത്മഭൂഷൺ കിട്ടിയ ആളുകളുടെ അല്ലെങ്കിൽ പത്മശ്രീ കിട്ടിയ ആളുകളുടെ കള്ളി വെളിച്ചത്താവും ഞാൻ കാരണം. അതും ഒരു കാരണമാകാം. അപ്പം അങ്ങനെ അങ്ങ് പല കാരണങ്ങളുണ്ട്. എന്നാലും മറ്റേതാണ് മുഴച്ചു നിൽക്കുന്നത്. മറ്റേ എംബസീസ് കാർട്ടൽ മറ്റേ ഫോറിൻ ഗവൺമെൻറ് റിക്വസ്റ്റ് ചെയ്തത് നമ്മുടെ ഗവൺമെൻറ് അടുത്ത് അങ്ങനെ ഒരു അന്വേഷണം എൻ്റെ ഓർമ്മയിലില്ല. ഇങ്ങനെ മറ്റൊരു 2 ഗവൺമെൻറ്, ഇന്ത്യൻ ഗവൺമെൻറ്റും ദുബായ് ഗവൺമെൻറ്റും സ്ലോവാക്യൻ ഗവൺമെൻറ്റും എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ. അത് നേരത്തെ ഞാൻ രാഷ്ട്രീയമായിട്ട് പറയില്ല, 2014 ഇവിടെ എന്തും നടക്കുമായിരുന്നു. പക്ഷേ ഇതൊക്കെ 2014 ശേഷമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്ട്രോങ് ആയത്. അതൊരു സത്യമായ കാര്യമാണ്. എന്തായാലും CJ റോയ് എന്ന അമാനുഷനായ വ്യവസായിയുടെ ഞെട്ടിപ്പിക്കുന്ന മരണത്തിലെ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ഓരോ ദിവസം കഴിയുന്നോറും വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ മരണത്തിൻ്റെ പിന്നിലെ കാരണങ്ങൾ സമൂഹത്തിൽ എത്തിക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ആവശ്യം തന്നെയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഓരോ വാർത്തകൾക്കും പ്രസക്തി ഏറുന്നുണ്ട് എന്നുള്ള കാര്യം നാം വിസ്മരിച്ചുകൂടാ. സാർ, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതിന് വളരെ നന്ദി. നമസ്കാരം. വന്ദേ മാതരം.